സ്നേഹമുള്ളവരെ, ഞാനിപ്പോൾ കാർലോ അക്വിറ്റീസിൻ്റെ ശവകുടീരത്തിനരികിലാണ്. ആ ബോഡി ഒട്ടും തന്നെ അഴുകിയിട്ടില്ല. ഫേസിൽ സിലിക്കോണിൻ്റെ എന്തോ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരിക്കും ഒറിജിനലായിട്ടുള്ള ബോഡിയാണ്. കാർലോ അക്വിറ്റീസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. 15 വയസ്സുള്ള ഒരു വാഴ്ത്തപ്പെട്ട കാർലോ 1991 ഞാൻ സ്വരം താഴ്ത്തിയാണ് പറയുക. 1991 ലണ്ടനിലാണ് ജനിച്ചത്. അക്വിറ്റസിൻ്റെയും അന്റോണിയോസിൻ്റെയും ഏക മകനായിട്ട് 7-ാം വയസ്സിൽ ദിവ്യകാരുണ്യം സ്വീകരിച്ചു. ദിവ്യകാരുണ്യം സ്വീകരിച്ച ഞാൻ, എൻ്റെ മുന്നിൽ ആളുകൾ നിൽക്കുന്നുണ്ട് ബോഡി കാണുവാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുക. ദിവ്യകാരുണ്യം സ്വീകരിച്ച 7-ാം വയസ്സിൽ ദിവ്യകാരുണ്യം സ്വീകരിച്ച അക്വിറ്റസ് ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല. അദ്ദേഹം വിശുദ്ധ കുർബാനയെക്കുറിച്ച് വിശുദ്ധം പറയുക, സ്വർഗത്തിലേക്കുള്ള ഹൈവേ ആണ് ദിവ്യകാരുണ്യമെന്ന് അദ്ദേഹം പറയുന്നു. വീണ്ടും പറയുന്നു, സ്വർഗത്തിലേക്കുള്ള സ്റ്റെപ്പുകളാണ് ദിവ്യകാരുണ്യമെന്ന്. അത്രമാത്രം ദിവ്യകാരുണ്യ ഭക്തൻ ഈ വിശുദ്ധ കാർലോ. വിശുദ്ധ കുർബാനയുമായിട്ടുള്ള അത്ഭുതങ്ങൾ ഞാനത് കാണിക്കാൻ പോവാണ്. ഒത്തിരി തിരക്കിനിടയിലൂടെയാണ് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം കാണാൻ സാധിക്കുള്ളൂ. വാഴ്ത്തപ്പെട്ട വിശുദ്ധ കാർലോയുടെ ബോഡിയാണ്. നമുക്ക് ശരിക്കും നോക്കാം. കൈകൾ നോക്കുക കേട്ടോ. വിശുദ്ധൻ്റെ മുഖം, ജീവിക്കുന്ന മുഖം. ലുക്കീമിയ പിടിച്ച് മരിച്ചത്. പ്രിയപ്പെട്ടവരെ, ലുക്കീമിയ പിടിച്ചാണ് മരിച്ചത്. സഭ അംഗീകരിച്ച 134 ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ കാർലോ വെബ്സൈറ്റിലൂടെ പുറപ്പെടുവിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇൻ്റർനെറ്റിൻ്റെ വിശുദ്ധൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ, ഇത് അൾത്താരയാണ്, പള്ളിയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ അസിസിയിൽ കൂടെ കാർലോ അക്വിറ്റസ് സന്ദർശിക്കുമായിരുന്നു. അസിസി പുണ്യവാനോട് ഭയങ്കര ഭക്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കാം കാർലോയെ ഇവിടെ ദേവാലയത്തിൽ അടക്കിയിരിക്കുക. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന, ബ്രസീലിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, നമുക്ക് ഇന്ന് ലോകത്തിന് ശിരോവസ്ത്രം ധരിച്ച വിശുദ്ധാത്മാക്കളയിലുപരി ജീൻസ് ധരിച്ച, കൂളിംഗ് ഗ്ലാസ് ധരിച്ച, ഫുട്ബോൾ കളിക്കുന്ന, കമ്പ്യൂട്ടർ അറിയാവുന്ന, കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള, ഡാൻസ് കളിക്കുന്ന, പാട്ട് പാടുന്ന വിശുദ്ധരെയാണ് 21-ാം നൂറ്റാണ്ടിന് ആവശ്യമെന്ന്. തീർച്ചയായിട്ടും 21-ാം നൂറ്റാണ്ടിലെ യുവാക്കന്മാർക്ക്, ദൈവജനത്തിന്, നമുക്കെല്ലാവർക്കും കാർലോ അക്വിറ്റീസ്, ഈ കൊച്ചു ബാലൻ നമുക്കെല്ലാവർക്കും പ്രചോദനമാണ്. എന്തുമാത്രം ഈശോയെ ലോകത്തിന് പരിചയപ്പെടുത്തി ദിവ്യകാരുണ്യ ഭക്തിയിലൂടെ. നമ്മുടെ ദേവാലയത്തിൽ എല്ലാ ദിവസവും ദിവ്യകാരുണ്യം നടക്കുമ്പോൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും ആ തീഷ്ണത നമുക്കുണ്ടാകട്ടെ. ദിവ്യകാരുണ്യത്തിലൂടെ ഈശോയെ ലോകത്തിൽ അവതരിപ്പിക്കുവാനും അങ്ങനെ സ്വർഗം കാണുവാനും സാധിക്കുമെന്നാണ് വിശുദ്ധ അക്വിറ്റീസ് പറയുക. ഓക്കെ, താങ്ക് യു. ഇത് ഒറിജിനലായിട്ടുള്ള ബോഡിയാണ് വിശുദ്ധ കാർലോസ് അക്വിറ്റീസിൻ്റെ.